മറ്റൊരു ചോദ്യം, പരമാത്മാവെന്നത് മഹാശക്തിയുള്ള ഒന്നാണ്. പരമാത്മാവിന് ഭയങ്കര ശക്തിയുണ്ട്, കൂടാതെ അതിനെല്ലാം അറിയാം. പിന്നെ എങ്ങനെയാണ് അത് അജ്ഞാന കാര്യങ്ങളെല്ലാം നടക്കാൻ അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ആരെയും ആദ്യം മോക്ഷത്തിലേക്ക് കൊണ്ടുവരാത്തത്? ആദ്യം അജ്ഞാനത്തിലേക്ക് പോയി പിന്നീട് മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എത്രയോ പവർഫുൾ ആയിരിക്കുന്നു, എല്ലാം അറിയുന്നു, എല്ലാ സ്ഥലങ്ങളും അറിയാമെങ്കിൽ വൈ ഹാവ് ഓൾ ദീസ്? പരമാത്മാവിന്റെ ഡെഫിനേഷൻ എന്താണ്? ആരെയാണ് നാം പരമാത്മാവെന്ന് വിളിക്കുന്നത്? മഹാത്മാവായിരിക്കുന്നവരെ, അതായത് യൂണിവേഴ്സിൽ നടക്കുന്നതിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായിരിക്കുന്ന, ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, കോൺഷ്യസ്നെസ്. പക്ഷെ അദ്ദേഹം എവിടെയാണുള്ളത്? ഈ പരമാത്മാവെന്ന ആളെവിടെയാണ്? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല, പക്ഷേ ഞാൻ പഠിച്ചതിൽ നിന്നാണ് ഇപ്പൊ പറഞ്ഞത്. എല്ലാ സ്ഥലത്തും ഇല്ല, എല്ലായിടത്തും കാണാൻ പറ്റില്ല. The same question, I join him. The same question, I join him in asking the same question. The God is aware of everything. Just I will, ഈ രണ്ട് വിഷയങ്ങളും വേറെയാണ്. പരമാത്മാവ് എന്നത് വേറെയാണ്, പരമാത്മാവിൻ്റെ കാര്യം വേറെയാണ്. പരമാത്മാവ് തന്നെയാണ്. പരമാത്മാവിന് ഹ്യൂമൻ ബോഡി ഇല്ല. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആത്മാവല്ലാതെ പരമാത്മാവ് ഈസ് പരമാത്മാവ് ഇൻവിസിബിൾ ആണ്, വിസിബിൾ ആയിട്ട് അറിയില്ല. അതായത് അറിയാനും കാണാനും സാധിക്കുന്ന ഒന്ന് എലമെൻ്റ് ആത്മാവാണ്. എലമെൻ്റ് ഫിസിക്കൽ ബോഡിക്ക് ഈ അവയർനെസ് ലിമിറ്റഡ് ആയിരിക്കും. എല്ലാം ഇതിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ ലോണാണ്. ആത്മാവിൻ്റെ അടുത്ത് നിന്ന്, പരമാത്മാവിൻ്റെ അടുത്ത് നിന്ന്, ഉള്ളിൽ നിന്ന് വാങ്ങിയതാണത്. ഡയറക്റ്റായിട്ട് നമ്മുടെ പക്കൽ യാതൊന്നുമില്ല. ആത്മാവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. പക്ഷേ എന്താണ് നടക്കുന്നത്? ഈഗോയിൽ നിന്ന് ഞാൻ എന്നത് ഉണ്ടാവുന്നു, ഫിസിക്കൽ തിങ്. ഇദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമല്ലേ, പരമാത്മാവ് എല്ലായിടത്തും ഉണ്ടോ എന്ന്? അത് ശരിയല്ല. ഇപ്പോൾ പരമാത്മാവിൻ്റെ മേലെയല്ലേ നിങ്ങൾ കാല് വയ്ക്കുന്നത്? പരമാത്മാവിൻ്റെ മേലെയല്ലേ കയറിയിരിക്കുന്നത്? ആത്മാവാണ് പരമാത്മാവ്. പരമാത്മാവിൻ്റെ മീനിങ് പരമമായ ആത്മാവ്. ആത്മാവാണത്. അതാണ് പരമതത്വം. അൾട്ടിമേറ്റ് സ്റ്റേജ് ആരാണോ അച്ചീവ് ചെയ്തിരിക്കുന്നത് അവരെയാണ് പരമാത്മാവെന്ന് പറയുന്നത്. നിങ്ങൾ വയസ്സായ ഒരാത്മാവാണ്. നിങ്ങൾക്ക് ജ്ഞാനദീക്ഷ കിട്ടിയപ്പോൾ നിങ്ങൾ ശുദ്ധാത്മാവാകുന്നു. അങ്ങനെയാണെങ്കിൽ ഓൾ അറ്റാച്ച്മെൻറ്റ്സ് ഫിനിഷ്ഡ് ആവുന്നു. നിങ്ങളാണ് ആത്മാവും പരമാത്മാവും എല്ലാം. നിങ്ങളുടെ ആത്മാവാണ് പരമാത്മാവ്. ആരാണോ മോക്ഷത്തിലേക്ക് പോകുന്നത്, പരമാത്മ പദവി പ്രാപ്തമാക്കുന്നത്, അവർക്കേ പോവാൻ സാധിക്കൂ. അതർവൈസ് നോ. അവിടെയും ഇവിടെയും മുകളിലും താഴെയും ഒന്നുമില്ല. ഓരോ ലിവിങ് ബീയിങ്ങിലും ആത്മാവുണ്ട്. അതാണ് പരമാത്മാവ്. ഈ ലിവിങ് തിങ് ലോകത്തിൽ എല്ലായിടങ്ങളിലുമുണ്ട്. ഇല്ലാത്ത സ്ഥലങ്ങളേ ഇല്ല. ആനിമൽസ്, പ്ലാന്റ്സ്, വളരെ വളരെ ചെറിയ ഇൻസെക്ട്സ് ഇല്ലേ, അവയൊക്കെ, ബാക്ടീരിയാസ്, വൈറസസ്, ഇങ്ങനെ ചെറിയ ലിവിങ് ബീയിങ്സിലും ഉണ്ട്. എല്ലാ ലിവിങ് ബീയിങ്സിലും ആത്മാവുണ്ട്. അത് ഇവല്യൂഷൻ ഉണ്ടാവുമ്പോൾ അത് സ്വയം പരമാത്മാവാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഹ്യൂമനിൽ നിന്ന് പോവാനുള്ള ചാൻസസ് വളരെ അധികമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ പരമാത്മാവാണ് നമ്മെ എല്ലാവരെയും ഇങ്ങോട്ട് അയച്ചതെന്ന് തോന്നുന്നു അല്ലേ? യു ആർ ആസ്കിങ് ലൈക്ക് ദാറ്റ്. ഇവരെ ആരാണ് അയച്ചത് എന്നൊന്നുമില്ല. അങ്ങനെ അയക്കുമോ? നിങ്ങൾ പറയൂ. അയച്ചാലും എന്തിനാണ് അയക്കേണ്ടത്? നമ്മുടെ പക്കൽ എന്താണ് തെറ്റുള്ളത്? ഈ ശിക്ഷ. അദ്ദേഹത്തിന് സന്തോഷം, നമുക്ക് ശിക്ഷയോ? എത്രയോ ജന്മങ്ങളായി നാം അലഞ്ഞു തിരിയുന്നു. അതിനുശേഷം എന്തു പറയുന്നു എന്ന് വെച്ചാൽ, നീ നന്നായി ദുഷിച്ച് ചുറ്റിത്തിരിഞ്ഞ ശേഷം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വാ.
എന്താ അവിടെ സ്ഥലം ശരിയല്ലേ, നമ്മൾ അവിടെ വെക്കാമായിരുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. വാട്ട് എവർ യു ആർ ഡൂയിങ്, യു ആർ ഹോൾ ആൻഡ് സോൾ റെസ്പോൺസിബിൾ ഫോർ ഓൾ യുവർ ആക്ഷൻസ്, യുവർ സെൽഫ് ഒള്ളി. അത് മറ്റാരുടെയും റെസ്പോൺസിബിലിറ്റി അല്ല, വേറെ ആരുടെയും ഇൻ്റർഫിയറൻസും അല്ല, ഇതിലാരുടെയും ആക്ഷനും ഇല്ല. നിങ്ങൾ ആത്മാവില്ലാത്ത ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരു എലിമെൻ്റ് ആണ് ഈ യൂണിവേഴ്സിൽ. നിങ്ങളും യു ആർ വൺ ഓഫ് ദ എലിമെൻറ്റ്സ്, എറ്റേണൽ എലിമെൻറ്റ്സ്. ആത്മതത്വം, തത്വജ്ഞാനത്തിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ വിഷയം വേറെയാവുന്നു. കൂടാതെ ഭക്തിയിലും ക്രിയകളിലും കർമ്മഫലങ്ങളിലും റിച്വൽസിലും ഇതിലൊക്കെ വിഷയം വേറെയാണ്. അവയുടെ സ്ഥാനത്ത് രണ്ടും ശരിയാണ്. സപ്പോസ് നിങ്ങൾക്ക് തത്വജ്ഞാനം പ്രാപ്തമാക്കാൻ, മോക്ഷം പ്രാപ്തമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴി ആവശ്യമാണ്. ഭക്തിയും മനസ്സിന് സമാധാനവും വളരെ അത്യാവശ്യമാണ്. ഈ ജന്മത്തിലും സമാധാനം, അടുത്ത ജന്മത്തിലും സമാധാനം ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം പൊരുത്തമായിരിക്കും. ഭക്തിയോടെ ഇരിക്കൂ, റിച്വൽസിലിരിക്കൂ. ഇതെല്ലാം പ്രത്യക്ഷമില്ലാത്ത ഭക്തിയാണ്, പരോക്ഷമാണ്. പ്രത്യക്ഷത്തിലേക്ക് വന്നാൽ നിങ്ങൾ മോക്ഷപാതയിലേക്ക് വന്നിരിക്കുന്നു എന്നർത്ഥം. അതുവരെ ഇവിടെ തന്നെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. ജനനം മരണം, ജനനം മരണം, ഈ സൈക്കിളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റില്ല. ഞാനാണ് ആത്മാവ് എന്ന അവയർനെസ് നിങ്ങൾക്കുണ്ടാവുമ്പോൾ ഈ സൈക്കിളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാനാവും, ഇല്ലെങ്കിൽ കഴിയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗോൾ? ഇത് തന്നെയാണത്. അതായത് ഞാനാണ് രഘു എന്ന റോങ് ബിലീഫിൽ നിന്ന് ഞാൻ ആത്മാവാണ്, ശുദ്ധാത്മാവാണ്, ഈ അവയർനെസ്സിലേക്ക് നിങ്ങൾ ആദ്യം വരേണ്ടതാണ്. കൂടാതെ ഈ അവയർനെസ് നമുക്ക് പെർമനൻ്റ് ആയിട്ടുണ്ടാവണം. എല്ലാ കർമ്മഫലങ്ങളും അവസാനിപ്പിച്ചിട്ട് ദാറ്റ് തിങ് വിൽ കം വെരി സൂൺ, പരമാത്മദിശ. അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. കർമ്മഫലം കറക്റ്റായി അവസാനിപ്പിക്കണം. പ്ലെയിനിൽ കയറിയിരുന്ന ശേഷം നിങ്ങൾക്ക് ബോംബെ എയർപോർട്ടും ചെന്നൈ എയർപോർട്ടും ഒക്കെ താനെ വന്നുകൊള്ളും. അതിന് നിങ്ങൾ പ്ലെയിൻ ഓടിക്കണം എന്നൊന്നും കാര്യമില്ല. വേഗം എയർപോർട്ടിലെത്തണം, വേഗം എയർപോർട്ട് വരണമെന്ന് ഓടി നടന്നാൽ വരുമോ? റിലാക്സ് ആയിട്ടിരിക്കൂ, തിന്നുക, കുടിക്കുക, ഉറങ്ങുക, എന്തു വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായോ? ഈ ജന്മത്തിൽ ജ്ഞാനദീക്ഷ എടുത്തതുകൊണ്ട് സെൽഫ് അവയർനെസ് ഉണ്ടാകുന്നു. 2-3 ജനറേഷനിൽ എല്ലാ കർമ്മഫലങ്ങളും അവസാനിക്കുന്നു. സോ നെക്സ്റ്റ് ലൈഫിൽ നോർമലായി നമുക്ക് ഏതൊരു ജന്മത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവില്ല. സോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് ലൈഫ്? ആർ വി ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം ദ സെയിം സ്പോട്ട്? അല്ലെങ്കിൽ വീണ്ടും താങ്കളെ ദർശനം ചെയ്യാനുള്ള സന്ദർഭം കിട്ടുമോ? അതൊന്ന് പറയൂ. അത് പറഞ്ഞാൽ ഈ ഭൗതിക കാര്യങ്ങളുണ്ടല്ലോ അല്ലേ, ഈ മെമ്മറി പോലും ഒരു ഭൗതിക കാര്യമാണ്, റിലേറ്റീവാണ്, റിയൽ അല്ല. മെമ്മറി, ഓർമ്മശക്തി എന്ന് പറയുന്നില്ലേ, കഴിഞ്ഞ ജന്മത്തിൻ്റെയോ ഈ ജന്മത്തിൻ്റെയോ ഒക്കെ, ചിലർക്കത് ഓർമ്മയുണ്ടാവും, ചിലർക്ക് ഓർമ്മയേ ഉണ്ടാവില്ല. പക്ഷെ ആത്മാവിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വൺസ് ആത്മാ ഗെറ്റ്സ് അവേക്കൻഡ്, ആ അവേക്കനിങ് പിന്നീട് പോവില്ല. ഇത് അവയർനെസ്സാണ്, ഓർമ്മശക്തി അല്ല. രണ്ടിനും ധാരാളം ഡിഫറൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ലൈഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നാം നെക്സ്റ്റ് ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ ലൈഫിൽ തന്നെ നാം പല കാര്യങ്ങളും മറന്നു പോവാറില്ലേ? മറന്നു പോവാമെന്നല്ല, മറന്നു പോവുന്നുമുണ്ട്. നാം രാവിലെ എന്താണ് കഴിച്ചതെന്ന് പോലും വൈകുന്നേരം ആകുമ്പോൾ മറക്കുന്നു. എത്രയോ കാര്യങ്ങളുണ്ട്. ഈ മറക്കുന്ന കാര്യം കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളെ ശകാരിച്ചാൽ അത് എപ്പോഴും ലൈഫിൽ ഓൾ ദ ടൈം ഇത് മറക്കാതെ ഓർത്തുകൊണ്ടിരുന്നാൽ എന്തൊക്കെ പ്രശ്നമുണ്ടാവും? അതുപാട്ടിന് വന്നുപോയാൽ ഈ ചിന്തകളെ മാറ്റേണ്ടതായിരിക്കും. പക്ഷെ എപ്പോഴും ഞാൻ കൂടുതലായി ശുദ്ധാത്മാവാണെന്ന അവയർനെസ്, ഈ അവയർനെസ് ഡയറക്റ്റായി ആത്മാവിന് വിഷയം റിയലായാൽ വിഷയം എപ്പോഴും പെർമനൻ്റ് ആയിരിക്കും. അത് ആത്മാവിനോട് ഒത്തുപോകണം.
ആത്മാവ് വേറെയാണ്, ബാക്കിയെല്ലാം വെവ്വേറെയാണ്. ലാഭമായാലും നഷ്ടമായാലും ശരി, അതുണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ ഈ പുനർജന്മം എന്ന് പറയുമ്പോൾ അത് ഈ ട്രെയിനിൻ്റെ കാര്യം പറയുന്നത് പോലെയാണ്. നമ്മളെല്ലാവരും ആ ട്രെയിനിലെ യാത്രക്കാരാണ്. കുറച്ചു പേർ മുൻവശത്തെ ബോഗിയിലിരിക്കുന്നു, കുറച്ചു പേർ പുറകിലുള്ള ബോഗിയിലിരിക്കുന്നു. നടുവിൽ ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, പോകുന്നു, കണ്ടുമുട്ടുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ കുറച്ചു നേരം കണ്ടുമുട്ടുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി എവിടെയെങ്കിലും വന്ന് ഇറങ്ങി കാണുമായിരിക്കും. കയറിയിറങ്ങി ഒരു സ്ഥലത്ത് വന്ന് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പോവും. ഈ യാത്ര ഒരു നീണ്ട യാത്രയാണ്. ഇതിൽ ആരൊക്കെയാണ് മോക്ഷത്തിലേക്ക് പോവുകയെന്ന് പറയാനാവില്ല. മോക്ഷത്തിനോടൊപ്പം പോകുന്നവർ, ഒരേ ഗോളിലുള്ളവർ, ഒന്നിച്ചു പോകുന്നു, ഒരേ ലക്ഷ്യത്തിലുള്ളവർ. ഞാനും നിങ്ങളോടൊപ്പം തീർച്ചയായും വരും. ഞാനും അതേ ലക്ഷ്യമുള്ളവനാണ്. നിങ്ങൾ അവിടെയും ഇവിടെയും വഴിയിലെവിടെയും തങ്ങിപ്പോകാൻ പാടില്ല. ഈ ജ്ഞാനത്തെപ്പറ്റിയുള്ള ചർച്ചയിൽ താങ്കൾ ഉത്തരം പറയുന്നു, ഞാൻ ചോദ്യം ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. അപ്പോൾ എന്നിൽ എന്താണ് മനസ്സിലാവുന്നത്? ഹൂ ഈസ് ലിസ്ണിംഗ്, ഹൂ ഈസ് ഹിയറിംഗ്, ഹൂ ഈസ് അണ്ടർസ്റ്റാൻഡിംഗ്? ഇവയെല്ലാറ്റിനെയും കുറിച്ച് ബുദ്ധി മനസ്സിലാക്കുന്നുണ്ടോ? എവിടെയാണ് ഈ ജോലികളെല്ലാം നടക്കുന്നത്? വേർ ഈസ് ദാറ്റ് ആക്ഷൻ ഹാപ്പനിങ്? ബുദ്ധിയെപ്പറ്റിയുള്ള ഒരു ചോദ്യമാണിത്. പക്ഷേ ബുദ്ധിയെപ്പറ്റി മനസ്സിലാക്കാൻ ആരംഭിച്ചാൽ, അതായത് ബുദ്ധിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ ആരംഭിക്കുകയാണെങ്കിൽ ആ സ്ഥിതിയോട് ബുദ്ധി യോജിച്ചു പോവാൻ ആരംഭിക്കുന്നു എന്നതാണ് സത്യം. ഒരു നില ഏർപ്പെടുത്തുന്നു. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇതിനെക്കുറിച്ച് 2 വിധത്തിലുള്ള കാര്യങ്ങൾ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ഒരു നിലയിലുള്ള ബുദ്ധി, മറ്റൊരു വിപരീത ബുദ്ധി എന്ന്. ലൗകിക ബുദ്ധിക്ക് വിപരീത ബുദ്ധി എന്നാണ് പേര്. കൂടാതെ ആത്മാവിൻ്റെ വിഷയങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഒരു സ്ഥിതിയിലുള്ള ബുദ്ധി എന്ന് പറയുന്നത്. നിങ്ങൾ ജ്ഞാനദീക്ഷ വാങ്ങിയാൽ ആ ജ്ഞാനദീക്ഷയ്ക്ക് ശേഷം ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ പ്രശ്നം എന്ന ഒരു ചോദ്യം ഉണ്ടാവുന്നു. പ്രശ്നം ക്യാച്ച് ചെയ്യുന്നു. പ്രശ്നം അവിടെ ക്ലിക്കാവുന്നു. നാം എന്താണോ പറയുന്നത് അത് അതിനുശേഷം വർക്കിങ്ങിലാവുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ആരുടേതാണ് എന്നെങ്ങനെയാ പറയുന്നത്? ജ്ഞാനദീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഞാൻ ശുദ്ധാത്മാവാണ് എന്ന അവയർനെസ് ഉണ്ടാവുമ്പോൾ, അതിനുശേഷം ഇവ രണ്ടും വെവ്വേറെയാണ്, മുരാരിയും ഞാനും. ഈ അവയർനെസ് ആര് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും അതാണ് ഈ അവയർനെസ്സാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ലൗകികത്തിൻ്റെ എല്ലാ ഫയൽസും അത് ക്ലിയർ ആക്കുന്നു. എന്നിട്ട് അത് എന്താണ് ചെയ്യുന്നത്? പ്രശ്നമുണ്ടാക്കുന്നു. എപ്പോഴും ആത്മാവിനാണ് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. ഫലം, അതാണ് പ്രശ്നം. ബുദ്ധി ലൗകികത്തെപ്പറ്റി പറയുന്നു, പക്ഷെ പ്രശ്നം ആത്മാവിനെ പറ്റി പറയുന്നു. ഡയറക്റ്റായി ജ്ഞാനദീക്ഷ കിട്ടിയതിന് ശേഷം ഡയറക്റ്റായി ആത്മാവിൻ്റെ ശക്തി പുറത്തേക്ക് വരുന്നു, ബാഹ്യമായി വരുന്നു. ഡയറക്റ്റ്. ബുദ്ധി ആത്മാവിൻ്റെ ഇൻഡയറക്റ്റ് ലൈറ്റാണ്, പക്ഷേ ഇത് ഡയറക്റ്റ് ലൈറ്റാണ്. ഇൻഡയറക്റ്റ് ലൈറ്റും ഡയറക്റ്റ് ലൈറ്റും ഇതിൻ്റെ മീനിങ് എന്താണ്? ഫോർ എക്സാമ്പിൾ, സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമി വരെ വരുന്നു, ഡയറക്റ്റായിട്ട് വരുന്നു, താഴെ വരെ കിട്ടുന്നു, ഭൂമിക്ക് മുഴുവനും സൂര്യൻ പ്രകാശം നൽകുന്നു, ഈ റൂമിന് പ്രകാശം നൽകുന്നു. എന്നാൽ നമുക്ക് ഹൃദയം എന്ന മുറിക്കും വെളിച്ചം ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവിടേക്ക് വരുന്ന കതിരുകളുടെ മുന്നിൽ ഒരു മിറർ കൊണ്ടുവന്ന് വെക്കൂ. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് ഈ ലൈറ്റിനെ ഉള്ളിലേക്ക് അത് കൊണ്ടുപോകുന്നു. അപ്പോൾ
നിങ്ങൾക്ക് ഉള്ളിലും വെളിച്ചം പ്രവേശിക്കുന്നു. ഇവിടെ ഡയറക്റ്റായി കതിരുകൾ കിടക്കുന്നു. ഈ കതിരുകൾക്കും അതേപോലെ ഉള്ളിലേക്ക് പോകുന്ന കതിരുകൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. നോർമൽ ലേമാന് വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഫിസിക്സ് പഠിച്ചവർക്ക് എല്ലാവർക്കും, ഫിസിസിസ്റ്റ് ആയവർക്ക് ഇതിനെപ്പറ്റി നന്നായി മനസ്സിലാവും. അത് റിഫ്ലക്റ്റഡ് ലൈറ്റാണ്, ഇത് ഡയറക്റ്റ് ലൈറ്റാണ് എന്ന്. ഗാമ ബീറ്റ റേസിൽ നിറയെ വ്യത്യാസങ്ങളുണ്ടല്ലോ അല്ലേ? സൂക്ഷ്മ ലെവലിലേക്ക് അത് പോകുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ആത്മാവിൻ്റെ ഡയറക്റ്റ് ലൈറ്റ് ഇവിടെ കിട്ടുന്നില്ല. നടുവിൽ അഹങ്കാരം എന്ന വിഷയം വന്നിരിക്കുന്നു, കവറിങ് ആവുന്നു. ഈ അഹങ്കാരം കൊണ്ട് ഞാൻ എന്ന അഹങ്കാരം, ഞാൻ എന്ന റോങ് ബിലീഫ്, ഈ ബിലീഫിൽ നിന്നാണ് നിങ്ങൾക്ക് ആത്മാവിൻ്റെ ലൈറ്റ് വരുന്നതും പുറത്തു പോകുന്നതും ഒക്കെ. ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന മീഡിയത്തിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റ് എല്ലാം ബുദ്ധിയുടെ ലൈറ്റ്സ് ആണ്. അതിനും ഡയറക്റ്റ് ലൈറ്റിനും വ്യത്യാസമുണ്ട്. അഹങ്കാരം എന്ന മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വരുന്നതുകൊണ്ട് അഹങ്കാരം പോലെ തന്നെയായിരിക്കും ബുദ്ധിയുമുള്ളത്. മഞ്ഞ നിറത്തിലുള്ള കണ്ണടയിട്ടാൽ മഞ്ഞ നിറത്തിൽ കാണാം, ചുവപ്പ് കണ്ണടയിട്ടാൽ എല്ലാം ചുവപ്പായി കാണും. അഹങ്കാരം നെഗറ്റീവ് ആണെങ്കിൽ ബുദ്ധിയും നെഗറ്റീവായിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ ബുദ്ധിയും പോസിറ്റീവ് ആവും. ഡിഫറൻ്റ് ആണ്, വെവ്വേറെയായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അഹങ്കാരം എന്നത് മനസ്സിലാക്കുന്നത് ഏതിലൊക്കെയാണോ അതെല്ലാം ബുദ്ധിയാണ്. ആ ബുദ്ധിക്ക് റിവേഴ്സിൽ കാണാൻ സാധിക്കില്ല. ഞാൻ ആത്മാവാണ് എന്നത് തീർച്ചയായും അതിനറിയില്ല. ബാക്കിലുള്ള ഒരു അഹങ്കാരം, ബാക്കിലുള്ള അഹങ്കാരത്തെ കടന്ന് അതിന് ആത്മാവിനെ കാണാൻ സാധിക്കുന്നില്ല. അതിന് വേണ്ടത്ര ശക്തിയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അഹങ്കാരത്തിൻ്റെ മീഡിയം ഒരുപക്ഷെ പൊട്ടിയാൽ, ഫ്രാക്ചറായാൽ അതിനുശേഷം ലൈറ്റ് ഡയറക്റ്റായിട്ട് വരും. ആക്ച്വലി ജ്ഞാനദീക്ഷ കിട്ടിയതിന് ശേഷം അഹങ്കാരം ഫ്രാക്ചർ ആവുന്നു. ഞാൻ മുരാരിയാണ് എന്ന ബിലീഫ് ഫ്രാക്ചർ ആവുന്നു. അത് അപ്പോഴേ ഫ്രാക്ചർ ആവുന്നു. ഡയറക്റ്റ് ലൈറ്റ് വരുന്നു. ഇതിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ എന്താണോ ഉള്ളത് അതിനെ കാണിക്കുന്നു. ആത്മാവിൽ ലൗകിക കാര്യം ഏതാണോ, ഏതാണ് നല്ല കാര്യം എന്ന് കാണിക്കുന്നു. ശുഭത്തിൽ അതിരിക്കുന്നില്ല. ഒരു നിലയിലുള്ള ബുദ്ധി നിങ്ങൾക്ക് ശുഭത്തെക്കുറിച്ച് പറയും, പക്ഷേ ആത്മാവിൻ്റേത് അതിന് പറയാൻ പറ്റില്ല. ആഫ്റ്റർ ഓൾ ഇത് ബുദ്ധിയാണല്ലോ അല്ലേ? ഡയറക്റ്റ് ആത്മാവിൽ നിന്ന് വരുന്ന ലൈറ്റ്സിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. ഇതാണ് ആത്മാവിൻ്റെ ഫലം എന്ന് നാം പറയുന്നത്. അല്ലാതെ ബുദ്ധിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നതേ ഇല്ല, ആത്മാവിൻ്റെ അടുത്തുള്ള നല്ല കാര്യങ്ങളെ പറ്റിയൊക്കെ. ബുദ്ധിക്ക് അറിയുന്നതെല്ലാം ഇതൊന്നു മാത്രമാണ്. എനിക്ക് ബലമായിരിക്കുന്നത് ഏത് വസ്തുവാണ്, എൻ്റെ പരിസ്ഥിതി എങ്ങനെയുള്ളതാണ്, എന്താണ് എൻ്റെ പ്രവൃത്തി, ഒരു കാര്യം എങ്ങനെ നടക്കും, ഇതാണ് ബുദ്ധിക്ക് അറിയുക. ഇതിലാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇല്ലെങ്കിൽ അതിൻ്റെ രാജ്യം ഇല്ലാതാവും. ആ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാവുക? ആത്മാവിനെ പറ്റി പറഞ്ഞാലേ മതി. ഒരിക്കൽ ഈ പ്രജ്ഞ എന്നൊന്ന് വന്നു കഴിഞ്ഞാൽ അഹങ്കാരം നമ്മുടെ ലൗകിക ആക്ടിവിറ്റീസിൽ അത് പ്രജ്ഞ എന്ന ലെവലിൽ നിന്നും ഓപ്പറേറ്റ് ആവുമോ, അതോ ഇതിൽ പ്രജ്ഞ ചെയ്യാൻ ഇടവരുമോ? ഇല്ല, പ്രജ്ഞ അതിലുണ്ടാവില്ല. ലൗകിക കാര്യങ്ങളിൽ പ്രജ്ഞ ഓപ്പറേറ്റ് ചെയ്യില്ല. ഇതിനെ ബുദ്ധിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഡിസ്ചാർജാണ്. ഉള്ളിൻ്റെ ഉള്ളിലുള്ള ശക്തികൾ, മനം, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഇവയെല്ലാം കുറേശ്ശെ സ്ഥൂലത്തിൽ നിന്ന് വരുന്നു. നിങ്ങൾക്ക് ഡിസ്ചാർജ് പാർട്ട് എന്നൊന്നുണ്ടല്ലേ? നിങ്ങൾ കർമ്മഫലം അനുസരിച്ചാണ് ഫങ്ഷൻ ചെയ്യേണ്ടി വരുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അതുവരെ മാത്രമേ അതിനറിയുകയുള്ളൂ. പ്രജ്ഞയുടെ ഫങ്ഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഈ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും തെറ്റാണ് എന്നറിഞ്ഞാൽ ഉടനെ അതിന് ഗൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് ആത്മാവിന് വലിയ നഷ്ടം ഏർപ്പെടുന്നു. ഇവിടെയാണ് ബ്രേക്ക് ഇടേണ്ടത് എന്ന് മനസ്സിലാവും. ഉള്ളിൽ നിന്ന് പ്രകാശം ഫ്ലാഷ് ആവുന്നു. നിങ്ങൾ ഈ പ്രജ്ഞയുടെ ഫ്ലാഷിനായി ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. വൺസ് യു ഗെറ്റ് ദ അവേക്കനിങ്, അതിനുശേഷം അത് താനേ ഉണ്ടായിക്കോളും. സപ്പോസ് നിങ്ങൾ റോങ് ആയി എന്തെങ്കിലും ചെയ്താൽ ഉള്ളിൽ നിന്ന് ഫ്ലാഷ് വരും, റോങ് ആണ്.
കോപം, ആത്മപ്രശംസ, മായലോഭം ഇതെല്ലാം ഉണ്ടാവുമ്പോഴേ ഉള്ളിൽ നിന്ന് ഇത് റോങ് എന്ന ഫ്ലാഷ് ഉണ്ടാവുന്നു. ഈ ഫ്ലാഷ് തീർച്ചയായും അറിയിക്കും. ഫ്ലാഷ് അവിടെ വന്ന് നിൽക്കും. ആ ഫ്ലാഷിനെ നാം സ്വീകരിക്കണം. ഈ ഫ്ലാഷിൽ എന്താണ് കാണുന്നത്, അതെന്താണെന്ന് മനസ്സിലാക്കി ജഡ്ജ് ചെയ്യണം. അത് ജഡ്ജ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് ഏതാണോ അത് മുറുകെ പിടിക്കണം. പ്രജ്ഞ എന്തു പറയുന്നു അതിനെ ഉടനെ കറക്റ്റ് ചെയ്യണം. എന്താ? ഒരു മനുഷ്യന് പരമാത്മാവിനെ പ്രാപ്തമാക്കാൻ കഴിയുമോ? കാരണം പരമാത്മാവെന്നത് ഇൻഫിനിറ്റ് ആണ്. കൂടാതെ ബുദ്ധി ലിമിറ്റേഷൻ പരമാത്മാവിനെ പ്രാപ്തമാക്കണമെന്ന് പറയുന്നില്ലേ? പരമാത്മാവെന്നത് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരല്പം മാത്രമേ പ്രാപ്തമാക്കാനാവൂ. ഇത് നോക്കി അത് നോക്കി മിലിറ്ററിക്കാരെ പോലെ എപ്പോൾ വേണമെങ്കിലും നമ്മെ ശത്രുക്കൾ ആക്രമിക്കുന്നത് പോലെ എങ്ങനെയെല്ലാം നല്ലത് നടക്കണം. ഒരു പക്ഷേ എന്താ പറയുന്നത്? മിലിറ്ററിക്കാരെ പോലെ ധർമ്മം എന്ന കാര്യത്തിൽ ലാഭം നടക്കാമല്ലോ. മിലിറ്ററിയിലുള്ളവർക്കോ? അതെ, ധാർമ്മിക കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് എന്താ കിട്ടാത്തത്? എന്തുകൊണ്ട് ലഭിക്കില്ല? കാരണം ശത്രുക്കൾ ആക്രമിക്കാൻ ആരംഭിക്കുമ്പോൾ അവർ യുദ്ധം ചെയ്തല്ലേ പറ്റൂ. അതാണ് അവരുടെ ഡ്യൂട്ടി. കറക്റ്റ്. എന്നാലും ഡ്യൂട്ടി എന്നത് വേറെ കാര്യമാണ്. അവരുടെ മനസ്സിനകത്ത് പ്രാപ്തം നേടാനുള്ള അവരുടെ ആക്ഷനും അവരുടെ പ്രയത്നവും ഇവയെല്ലാം വെവ്വേറെയാണ്. ഡ്യൂട്ടി എന്ന് വെച്ചാൽ അത് ചെയ്തേ പറ്റൂ. അതായത് ധർമ്മം എന്നത് വന്നാൽ അവൻ അത് ചെയ്തേ പറ്റൂ. മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കാത്ത ഈ മിലിറ്ററി ബുദ്ധി ജനങ്ങൾക്കുണ്ടായാൽ അപ്പോൾ അത് നഷ്ടമാണെന്നാണോ പറയുന്നത്? മിലിറ്ററിക്കാർ നഷ്ടം ഉണ്ടാക്കുവോ? അല്ല, ശത്രുക്കൾ വരുമ്പോൾ അവരുടെ ലക്ഷ്യം ഉണ്ടാക്കണം എന്നതല്ല, നമ്മുടെ നാടിനെ രക്ഷിക്കുക എന്നതാണ്. അതല്ല, നാം മറ്റുള്ളവരെ ഹിംസിക്കാൻ പാടില്ല, മറ്റുള്ളവരെ കൊല്ലാൻ പാടില്ല എന്ന് ചെറുപ്പം മുതൽ നാം പറയാറില്ലേ? കൊല്ലുന്നില്ലല്ലോ. അവർക്ക് കൊല്ലണമെന്ന് ആഗ്രഹവുമില്ല, യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹവുമില്ല. ഹീസ് ഫോഴ്സ്ഡ് ടു ഡു. അല്ല, ബട്ട് ഫോഴ്സ്ഡ് ടു ഡു. അവരെന്താണെന്ന് വെച്ചാൽ ഒരു മിലിറ്ററി മാൻ ആരെങ്കിലും കൊന്നാൽ, അതായത് പറയൂ, ഒരു ഇറച്ചി വെട്ടുകാരൻ ഒരു പശുവിനെ കൊന്ന് എല്ലാവർക്കും തിന്നാൻ കൊടുത്താൽ അതിലുണ്ടാകുന്ന പാപമുണ്ടല്ലോ, അതിൻ്റെ ദുഃഖം ആർക്കാണുള്ളത്? കൂടുതൽ പാപം ഇറച്ചി വെട്ടുകാരനാണ് എന്ന് നമ്മൾ പറയും. എന്നാൽ സത്യം അങ്ങനെയല്ല. കൂടുതൽ പാപം കഴിക്കുന്നവർക്കാണുള്ളത്, കൊല്ലുന്നവർക്കല്ല. അവർ കഴിക്കണമെന്ന് കരുതിയാണ് കട്ട് ചെയ്യുന്നത്. ആരും കഴിച്ചില്ലെങ്കിൽ അവനെന്തിനു കട്ട് ചെയ്യണം? ഈ പാപം ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു. കട്ട് ചെയ്യുന്നവന് അവൻ അതുകൊണ്ട് എന്തെങ്കിലും സമ്പാദിക്കാമല്ലോ എന്നുകൊണ്ടാണ് ചെയ്യുന്നത്. മനസ്സിനകത്ത് അവനും ഒരു പശ്ചാത്താപം ഉണ്ടാവും. ഞാൻ എന്തിനാണ് ഈ പാപം ചെയ്യുന്നതെന്ന് മനസ്സുകൊണ്ട് അയാൾ വിചാരിച്ചാൽ അത് ചെയ്യാതിരുന്നാൽ എത്രയോ നന്നായിരിക്കും. കൂടാതെ അവൻ്റെ കൂടെ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഈ പാപം ഡിസ്ട്രിബ്യൂട്ടായി പോകുന്നു. ആ കടക്കാരൻ, ഇറച്ചി വിൽക്കുന്നവനില്ലേ, ഇറച്ചി വാങ്ങുന്നവൻ, പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നവൻ, അത് എടുത്തു കൊടുക്കുന്നവൻ, ബ്രോക്കർ, ഇവർക്കെല്ലാം ആ പാപം ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു. പക്ഷേ ഇതിൽ കൂടുതൽ പാപം ആർക്കാണെന്നറിയാമോ? അത് കഴിക്കുന്നവനാണ്. മേജർ പാർട്ട് അവനാണ്. കഴിക്കുന്നവർക്കാണ് കൂടുതൽ പാപമുള്ളത്. ഇങ്ങനെ തന്നെയാണ് മിലിറ്ററിക്കാരുടെ കാര്യവും. മിലിറ്ററിക്കാരൻ പപ്പറ്റ്സിനെ പോലെയാണ്. ഹയർ അതോറിറ്റി ഓർ കിങ് ആരാണോ അഥവാ പ്രസിഡന്റ് ആരാണോ അവരെല്ലാം ഇവർ അനുസരിച്ച് നടക്കണം. അവർ യുദ്ധം ചെയ്യണം, ആരോട് യുദ്ധം ചെയ്യണം എന്ന് ഓർഡർ കൊടുക്കണം. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി അവർക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി.